എല്ലാ കാലങ്ങളിലും ഭരണാധികാരികൾ ചരിത്രത്തിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് തന്നെ നേഷൻ ബിൽഡിംഗ് ആണ്. അതായത് ഒരു രാഷ്ട്ര നിർമ്മാണത്തിൽ ഒരു ജനതയ്ക്ക് അവരെ തന്നെ തിരിച്ചറിയുന്നതിൽ, ഒരു ജനത അവരുടെ സ്വത്വം തിരിച്ചറിയുന്നതിൽ, ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ചരിത്രം എഴുതുന്നത്. അപ്പം ചരിത്രം യൂസ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. ചരിത്രം ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കുകളിലോ അല്ലെങ്കിൽ ചരിത്ര ബുക്കുകളിൽ മാത്രം ഇങ്ങനെ ഒതുക്കി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹിസ്റ്ററി ഷുഡ് ബി യൂസ്ഡ്. ബട്ട് ഇപ്പം നടക്കുന്നത് ചരിത്രത്തിൻ്റെ യൂസല്ല. ചരിത്രം എന്ന് അവർ വിളിക്കുന്ന എന്തൊക്കെയൊക്കെ കാര്യത്തിൻ്റെ യൂസാണ്. കാരണം നമ്മൾ യഥാർത്ഥ ചരിത്രം പറയുകയാണെങ്കിൽ, ഇപ്പം മുഗളന്മാരുടെ ചരിത്രം പറയുകയാണെങ്കിൽ, പലപ്പോഴും ഇപ്പം നടക്കുന്ന ഫാസിസ്റ്റ് ടോട്ടാലിറ്റേറിയൻ ആയിട്ടുള്ള ഹിന്ദുത്വവാദങ്ങൾ പൊളിഞ്ഞു വീഴുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മുടെ ചരിത്രം വളരെ പ്ലൂറലായിട്ടുള്ള ഒരു പാസ്റ്റ്, അതൊരിക്കലും ഒരൊറ്റ ഏകശിലാത്മകമായിട്ടുള്ളൊരു രൂപത്തിലേക്ക് നമുക്ക് കെട്ടിയിടാനോ അല്ലെങ്കിൽ ആ വാർപ്പ് മാതൃകയിലേക്ക് നമുക്ക് തളച്ചിടാനോ പറ്റാത്ത രീതിയിലുള്ള ഫ്ലൂയിഡിറ്റി നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഹർബൻസ് മുഖിയൊക്കെ പറയുന്നത് പോലെ ബ്രിട്ടീഷുകാരുടെ സെൻസസ് സർവേയും വരുന്നതിന് മുമ്പേ ഞാനൊരു ഹിന്ദു ആണെന്നോ അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിം ആണെന്നോ ഞാനൊരു പാർസി ആണെന്നോ കൃത്യതയോടെ പറയുന്ന ഒരു റിലീജിയസ് ഐഡൻറ്റിറ്റി ഉള്ള മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ രാജ്പൂത്തുകളുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ. ഒരു ജനറേഷൻ ചിലപ്പം ബ്രാഹ്മണിക് ഇത് ഫോളോ ചെയ്യുന്നവരായിരിക്കാം, ട്രഡീഷൻ ഫോളോ ചെയ്യുന്നവരായിരിക്കാം. അത് കഴിഞ്ഞ് വരുന്ന ജനറേഷൻ മേ ബി ജൈന മതം ഫോളോ ചെയ്യുന്നവരായിരിക്കാം. അതും കഴിഞ്ഞ് വരുന്നവർ ചിലപ്പം ഇസ്ലാം മതം ഫോളോ ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ ഒരേ ലീനേജിൽ തന്നെ പല 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 ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നവരെ നിങ്ങൾക്ക് കാണാം. അതിനും മുന്നത്തെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ. ചന്ദ്രഗുപ്ത മൗര്യൻ ഫോളോ ചെയ്തിരുന്ന മതം എന്താണ്? ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വർക്കുകൾ പറയുന്നത് ഇവിടെ ചന്ദ്രഗിരി എന്ന് പറയുന്ന നമ്മുടെ മലബാറിന് അടുത്തുള്ള ഏരിയയിൽ തന്നെ നമുക്ക് നോക്കി ജൈനിസം ആണ് അദ്ദേഹം ഫോളോ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ബിന്ദുസാര ഫോളോ ചെയ്യുന്നത് ആജീവിക സെക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അശോകൻ ഫോളോ ചെയ്യുന്നത് നമ്മൾ നോക്കിയാൽ ബുദ്ധിസമാണ്. അപ്പം ഇങ്ങനെ ഓരോരോ ജനറേഷനിൽ തന്നെ പല മതങ്ങൾ ആചരിക്കുന്നതാണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത് ചരിത്രമല്ല, അവർ ചരിത്രം എന്ന് മെനഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ചരിത്രം പോലെ ഇരിക്കുന്ന എന്തോ സ്യൂഡോ ചരിത്രമാണ്. ചരിത്രമായിട്ട് മനുഷ്യരെ ഇതാണ് നിങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള അറ്റംപ്റ്റ്സാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സമയത്ത് ചരിത്രം പഠിപ്പിക്കാൻ ഒരു വിധത്തിൽ വളരെ ഈസിയാണ്. കാരണം നേരത്തെ പഠിപ്പിക്കുന്നതിനേക്കാളും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ക്ലാസ് റൂമുകളിൽ കിട്ടും. അതിപ്പോൾ ഞാൻ ഇന്ത്യയിൽ 3 സ്ഥലങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതും ഇന്ത്യയുടെ ഡൽഹിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ആന്ധ്രാപ്രദേശിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ കേരളത്തിൽ പഠിപ്പിക്കുന്നു. ഈ 3 പ്രദേശങ്ങളിൽ നിന്നാണെങ്കിലും നമുക്ക് കുട്ടികളിൽ നിന്ന് നമ്മളിപ്പോൾ ഔറംഗസേബിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തിരിച്ച് ഇങ്ങനെ ചോദ്യം വരും. ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ടുള്ള ഏകാധിപതിയായിട്ടുള്ള റൂളർ അല്ലായിരുന്നോ ടീച്ചറെ എന്നുള്ള ചോദ്യം വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉത്സാഹം വരികയാണ് പഠിപ്പിക്കാൻ. അല്ല എന്ന് പറഞ്ഞ് ഒദ്രെ തുഷ്കിയുടെ വാദങ്ങൾ പറയുകയും ഔറംഗസേബിൻ്റെ കീഴിലുള്ള ജാഗീർദാറുകളിൽ 27,000 ജാഗീർദാറുകളിൽ ഏകദേശം 7,000 ജാഗീർദാറുകൾ നോൺ മുസ്ലിം ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നാണ് വന്നതെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് വരുന്നൊരു ചേഞ്ചുണ്ട്. ഈ ഒരു ചേഞ്ച് വരുത്താൻ ഒരു ചരിത്ര അധ്യാപികയെ കൊണ്ടോ ഒരു അധ്യാപകനെ കൊണ്ടോ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ വരും, എന്തുകൊണ്ടാണ് നമ്മുടെ ചില പ്രദേശങ്ങളുടെ പേര് മാറ്റുന്നത്, ചില റോഡുകളുടെ പേര് മാറ്റുന്നതെന്ന്. ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചരിത്രം പഠിപ്പിക്കേണ്ടതിൻ്റെ വലിയ ആവശ്യകത ഉള്ളൊരു സ്റ്റേജിലും അതേസമയം ചരിത്രം കുറേ കൂടെ രസകരമായിട്ടും കൺവീനിയൻ്റായിട്ടും പഠിപ്പിക്കാൻ പറ്റുന്നൊരു കാലത്തിലും കൂടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സിലബസ് റിവിഷൻ ആവശ്യമെന്ന് നമ്മൾ പറയുമെങ്കിലും വളരെ കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ഈ സിലബസ് റിവിഷൻ എന്ന് പറയുന്നത്. അത് ഇതിനോട് ചേർത്ത് പറയണമല്ലോ.